ശ്രീ സർ നമസ്കാരം. ഇന്ന് പി വി അൻവർ രാജി സമർപ്പിച്ചതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രണ്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അതായത് വി ഡി സതീശനെതിരായിക്കൊണ്ടുള്ള അഴിമതി ആരോപണം, അതായത് കള്ളപ്പണം കൊണ്ടുവന്നു എന്നുള്ള ആരോപണം പി ശശി പറഞ്ഞിട്ടാണ് താൻ ചെയ്തത് എന്നാണ് അതിലൊന്ന്. രണ്ടാമത്തേത്, പി ശശിക്കും പിണറായി വിജയനുമെതിരെയുള്ള ആരോപണം സി പി എമ്മിനകത്തെ തന്നെ നേതാക്കന്മാർ പറഞ്ഞിട്ടാണ് താനത് പറഞ്ഞതെന്നും, എന്നാൽ പ്രശ്നം വന്നതിന് ശേഷം സി പി എം നേതാക്കൾ ആരും തന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്നും ഈ ഉന്നത നേതാക്കന്മാരുടെ പേര് താനിപ്പോൾ പറയുന്നില്ല എന്നുമാണ് അൻവർ പറഞ്ഞത്. ഇതിലൂടെ എന്താണ് നമ്മൾ നോക്കിക്കാണേണ്ടത്? സി പി എമ്മിനകത്ത് പിണറായിക്കെതിരെ ഒരു യുദ്ധം തുടങ്ങിയെന്നും അതുപോലെ തന്നെ വി ഡി സതീശനെ പോലുള്ളൊരു നേതാവിനെ ഇല്ലാതാക്കാൻ വേണ്ടി പി ശശി ശ്രമിക്കുന്നുണ്ട് എന്നും തന്നെയാണോ? പാർത്ഥൻ നമസ്കാരം. ഇതിൽ സത്യസന്ധമായിട്ട് ഇതിൻ്റെ വസ്തുത എന്താണ് എന്നതിനെ പറ്റി നമുക്കറിയില്ല. കാരണം ഇങ്ങനെ അല്ലായിരുന്നു, മറ്റൊരു രീതിയിലാണ്. അതിൽ സി പി എമ്മുകാർ പ്രശ്നക്കാരല്ല, യു ഡി എഫ് ആണ് പ്രശ്നം, അതിൽ സതീശനാണ് പ്രശ്നം എന്നൊക്കെ നമ്മളോട് ആദ്യം പറഞ്ഞിരുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതേ അൻവർ തന്നെയാണ്. ഇപ്പോൾ അൻവർ പറയുന്നു അത് എൻ്റെ ബോധ്യത്തിലുള്ള കാര്യമല്ല, മറിച്ച് സി പി എമ്മിൽ നിന്ന് പി ശശിയുടെ നിർദ്ദേശാനുസരണം എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. നാളെ ഒരു കാലത്ത് ഇതും അദ്ദേഹം മാറ്റി പറഞ്ഞു കൂടായികയില്ല. കാരണം ഇന്ന് അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ ഇനി തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞിട്ടാണെങ്കിലോ, അതല്ല എങ്കിൽ യു ഡി എഫിലേക്ക് പ്രവേശനം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് യു ഡി എഫുകാരെങ്കിലും പറഞ്ഞിട്ടാണെങ്കിലോ. അപ്പോൾ പി വി അൻവറിന് സ്വന്തമായിട്ട് അഭിപ്രായമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ ഒരു ചെറിയ കമ്പാരിസൺ പറയാം. ബി ജെ പിയിൽ നിന്ന് സന്ദീപ് വാര്യർ പാർട്ടി വിട്ടിട്ട് കോൺഗ്രസിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇതുവരെ താൻ പറഞ്ഞിരുന്നതെല്ലാം തന്നെ തൻ്റെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്നാണ്. പിന്നീട് കോൺഗ്രസിൽ ചേരുന്ന സമയം മുതലാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യൂ എന്നാണ്. അന്നും പല ആൾക്കാരും ചോദിച്ച ഒരു ചോദ്യം, ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ആരുടെ അഭിപ്രായമാണ്, സ്വന്തം അഭിപ്രായമാണോ, അത് നാളെ അത് കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടാണ് എന്ന് പറയുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ സമാനമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഒരുപക്ഷെ പൊതുസമൂഹം ഇന്ന് അൻവറിനോട് ചോദിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം മുമ്പ് ഒരു പക്ഷേ കേരളത്തിൽ കേട്ടുകേഴ്വിയില്ലാത്ത രീതിയിലത്തേക്കുള്ള ഒരു ആരോപണം, ഒരു നേതാവ്, അതും അന്ന് ആ ഒരു സമയത്ത് ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആയിരുന്നില്ല. അതായത് ഇതിനെ ആസ്പദമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് അദ്ദേഹം കേരളത്തിലെ ഒരു MLA മാത്രമായിരുന്നു, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നില്ല. അപ്പോൾ ഒരു MLAക്ക് 150 കോടി രൂപ എന്ന് പറയുന്നത് ലേശം കൂടുതലാണ് കേരളത്തിലെ ഒരു കോണ്ടെക്സ്റ്റ് വെച്ച് നമ്മൾ നോക്കിയാൽ. പിന്നെ വളരെ ആനിമേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയൊക്കെ അതിൽ പറയുകയൊക്കെ ചെയ്തു. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം തനിക്കാണെന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇത് സഭയ്ക്കുള്ളിൽ പറഞ്ഞ ഒരു കാര്യമാണ്, സഭയുടെ പുറമേ പറഞ്ഞ കാര്യമല്ല, സഭയ്ക്കുള്ളിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം പറയുമ്പോൾ ഇന്ന് ശ്രീ വി ഡി സതീശൻ പറഞ്ഞ ഒരു ഭാഗം ശരിയാണ്. അതായത് സഭയ്ക്കുള്ളിൽ ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അതിന് പാർലമെന്ററി കക്ഷിയുടെ നേതാവിൻ്റെ അപ്രൂവൽ ഉണ്ടായിരിക്കണം. കോൺഗ്രസിൻ്റെ ഏതൊരാളും അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഏതൊരാളും പറയുന്ന ഏതൊരു കാര്യവും വി ഡി സതീശൻ അപ്രൂവ് ചെയ്തതിന് ശേഷമായിരിക്കും അവതരിപ്പിക്കുക എന്നതുപോലെ തന്നെയാണ്. പുറത്തായിരുന്നു പറഞ്ഞിരുന്നത് എങ്കിൽ ഒരുപക്ഷെ പാർട്ടിക്കോ മറ്റ് ആ മുന്നണിക്കോ ഒന്നും തന്നെ അക്കൗണ്ടബിലിറ്റി ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു ടോട്ടലായിട്ടുള്ള കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് അൻവർ പറഞ്ഞ കാര്യമാണ്. പക്ഷേ അതിൽ നമുക്ക് വേണമെങ്കിൽ ഈ 150 ഒരു പൂജ്യമൊക്കെ കുറച്ചിട്ടായിരുന്നു പറയുന്നതെങ്കിൽ വേണമെങ്കിൽ കേരളത്തിലെ കോണ്ടെക്സ്റ്റിൽ ഒരുപക്ഷെ വേണമെങ്കിൽ ആൾക്കാർക്കൊക്കെ വിശ്വസിക്കാമായിരുന്നു. സതീശൻ അത് ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആരോപണത്തിൻ്റെ ഒരു ഇതൊരു നല്ല ആരോപണമാണ് എന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ ആ രീതിയിലല്ല പറഞ്ഞത്. ഇന്നിപ്പോൾ അദ്ദേഹം അത് മൊത്തം മാറ്റി പറയുകയാണ്. ഇത് ഇദ്ദേഹം മാറ്റി പറയുന്ന സമയത്ത് തന്നെ ഞാൻ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആണെന്ന് തോന്നുന്നു മറ്റൊരു നേതാവിൻ്റെ പ്രതികരണം കണ്ടിരുന്നു. ഹാഫിസ് എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ പ്രതികരണം കണ്ടു. അദ്ദേഹം പറയുന്നത് അൻവർ മുമ്പ് അദ്ദേഹത്തിനോട് സംസാരിച്ചിരുന്ന സമയത്തെല്ലാം ഇത് സുധാകരൻ പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് കെ സുധാകരനാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നത്, സതീശനെതിരെയുള്ള കാര്യങ്ങൾ. ആ സമയത്തൊന്നും തന്നെ പി ശശി എന്നൊരു പേര് പോലും അൻവർ പറഞ്ഞിട്ടില്ലായിരുന്നു എന്നാണ്. അപ്പോൾ തെളിവുകളും കാര്യങ്ങളും മറ്റെല്ലാ ഡീറ്റെയിൽസും സുധാകരൻ കൊണ്ടുവരും, സതീശനെതിരെ സംസാരിച്ചാൽ മതി എന്ന നിലയ്ക്കാണ് പറഞ്ഞിരുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ ആര് പറയുന്നതാണ് സത്യം, ആര് പറയുന്നതാണ് നുണ എന്ന കാര്യത്തിനെ പറ്റി നമുക്ക് തർക്കമില്ല. പക്ഷെ ഇപ്പോൾ ഒരു കാര്യം ഇതിൽ ക്ലിയർ ആയിരിക്കുകയാണ്. അതായത് ഹാഫിസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന അൻവർ ആയിക്കോട്ടെ, ഇവർക്ക് ആർക്കും തന്നെ ഇപ്പോൾ നിലവിൽ ശ്രീ വി ഡി സതീശനെതിരെ ആക്ഷേപമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു ആരോപണം അവിടെ തകർന്നു വീണു എന്ന് പറയുമ്പോൾ അൻവറിന് പുതുതായിട്ടൊരു സ്വീകാര്യത കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് വി ഡി സതീശനും കോൺഗ്രസിനും യു ഡി എഫിനും ഈ വിഷയത്തിൽ നേരത്തെ ആരോപിക്കപ്പെട്ട സഭയിൽ ആരോപിക്കപ്പെട്ട വിഷയത്തിൽ നിന്ന് ആരാണോ ആരോപണം ഉന്നയിച്ചത് ആ ആൾ തന്നെ മാപ്പ് പറഞ്ഞു മാറുന്നു എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം ആർക്കു വേണ്ടിയിട്ടാണോ അത് പറഞ്ഞിരുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ ആ പാർലമെൻ്ററി പാർട്ടിയുടെ അപ്രൂവൽ ഇതിനുണ്ടായിരിക്കണം. അപ്പോൾ ആ പാർലമെൻ്ററി പാർട്ടി മൊത്തത്തിൽ തന്നെ അത് ചുമതല ഏൽപ്പിക്കുകയായിരുന്നു എന്നും തനിക്കതിൽ കൺവിക്ഷൻ ഇല്ല എന്നും ഇത് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ വെളിവാകുന്നുണ്ട്. ഒന്ന്, മറ്റാരെങ്കിലും പറയുന്നത് കേട്ട്
അതിൻ്റെ പേരിൽ അഭിപ്രായം പറയുന്ന ഒരാളാണ് സഭയ്ക്കുള്ളിൽ പോലും. അപ്പോൾ നമ്മൾ സഭയ്ക്കുള്ളിൽ ഒരാൾ പറയുന്നതിന് കുറേയധികം അക്കൗണ്ടബിലിറ്റി നമ്മൾ പറയാറുണ്ട്. അപ്പോൾ സഭയ്ക്കുള്ളിൽ പോലും മറ്റാരെങ്കിലും പറയുന്ന കാര്യങ്ങൾ തനിക്ക് വ്യക്തിപരമായി ബോധ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ഒരു സാമാജികനായിരുന്നു ശ്രീ അൻവർ എന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. 2, കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ വി ഡി സതീശനെതിരെ UDF-നെതിരെ പറഞ്ഞിരുന്ന ആരോപണം തെറ്റായിരുന്നു എന്ന് അദ്ദേഹം പറയുകയും ഏറ്റുപറയുകയും അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്യുമ്പോൾ UDF-നെ ആശ്വസിക്കാം. ഒപ്പം LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തോൽവി കൂടിയാണത്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിൽ കുറേയധികം മറ്റ് രാഷ്ട്രീയ നാടകങ്ങളുണ്ട്. അതായത് നമുക്കറിയാം ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നതൊന്നും അല്ല അൾട്ടിമേറ്റ്ലി അൻവറിന്റെ ലക്ഷ്യമെന്ന് നമുക്കറിയാം. തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ മറ്റാരുടെയും പിന്തുണയില്ലാതെ കേരളത്തിൽ മത്സരിച്ച് ജയിക്കുക എന്ന് പറയുന്നതൊന്നും തന്നെ സംഭവ്യമായിട്ടുള്ള ഒരു കാര്യവുമല്ല. അങ്ങനെ ആരെങ്കിലും നിന്ന് ജയിക്കുകയാണെങ്കിൽ അത് വ്യക്തിപരമായിട്ട് കിട്ടുന്ന വോട്ടാണ്, അല്ലാതെ മമതാ ബാനർജിയോടുള്ള താല്പര്യം കാരണം ആരെങ്കിലും കൊടുക്കുന്ന വോട്ടൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള എത്ര ആൾക്കാരോട് ചോദിച്ചാൽ തൃണമൂൽ കോൺഗ്രസിന്റെ 5 നേതാക്കന്മാരുടെ പേര് പറയാൻ കഴിയും. അഭിഷേക് ബാനർജി അറിയാവുന്നവരുണ്ടാകും, മമതാ ബാനർജി അറിയാവുന്നവരുണ്ടാകും, പിന്നെ വളരെ കുറച്ച് ആൾക്കാരുണ്ടാകും അല്ലേ, വളരെ നമ്മൾ ഈ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ കണ്ടിട്ടുള്ള, അതല്ല എങ്കിൽ പാർലമെന്റിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന കണ്ടിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാർ മാത്രം. പക്ഷേ എല്ലാവരെയും അറിയണമെന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ മഹുവ മൊയ്ത്രയെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് അങ്ങനെ ചില ആൾക്കാരൊക്കെ നോട്ടബിളായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിക്ക് വലിയ സ്വീകാര്യതയൊന്നും ഇല്ല എന്നുള്ള കാര്യം നമുക്കും അറിയാം. അപ്പോൾ അൻവറിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് UDF-ലെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഒരു കുറുക്കുവഴി മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ കണ്ടിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ്. കാരണം മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം മമതാ ബാനർജി കമ്മ്യൂണിസ്റ്റ് വിരോധിയാണ്. കോൺഗ്രസ് വിരോധിയുമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് അവർ ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധിയാണ്, അവരൊരു BJP വിരോധിയാണ്. ഈ 2 പാർട്ടികളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് അവരവിടെ ഭരണം തുടർച്ചയായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അൻവർ വളരെ ടാക്ടിക്കലായിട്ടാണ് കളിച്ചിരിക്കുന്നത്. കാരണം CPM-നെ എതിർക്കണമെന്നുണ്ടെങ്കിൽ, മറ്റൊരാളിൻ്റെ പാളയത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ടും മമതാ ബാനർജി തന്നെ ആയിരിക്കണം. ഇനി മമതാ ബാനർജി ഇന്ത്യ മുന്നണിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം ഇപ്പോഴും ഡിബേറ്റബിളാണ്. കാരണം പലപ്പോഴും അവർ നേരിട്ട് ഇന്ത്യ മുന്നണിയുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാറില്ല. ഒരു ഡെലിഗേറ്റിനെ അയക്കാമെന്ന് പറയുന്നു, പല തീരുമാനങ്ങളിലും അവരില്ല. ആ ഇന്ത്യ സഖ്യത്തിൽ തന്നെ പല ആൾക്കാരും ഇപ്പോൾ പറയുന്നത് അതിനെ നയിക്കുന്നത് മമതാ ബാനർജി ആയിരിക്കണം എന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അൻവറിൻ്റെ ലെവൽ അങ്ങ് മാറിയില്ലേ. ഇപ്പം ഞാൻ പറയുന്നത് ഇവിടെ അൻവർ ശ്രമിക്കുന്ന കാര്യം ഒരുപക്ഷെ UDF-ലേക്കുള്ള ഒരു സഖ്യകക്ഷിയായിട്ട് കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ് വരികയാണ് എങ്കിൽ അത് മമതാ ബാനർജിക്ക് ഒരു വിൻ വിൻ സിറ്റുവേഷനാണ്. കാരണം ഒറ്റയ്ക്ക് ഒരാൾ നിന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരാളിന് മറ്റേ രാജ്യസഭാ ടിക്കറ്റ് കൊടുക്കുന്നതൊക്കെ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്ന രീതിയിൽ അതൊക്കെ കേൾക്കുന്നു. പക്ഷേ എന്തായാലും അത് 2026 കഴിയുകയുള്ളൂ. അപ്പോൾ എന്തായാലും ആ രീതിയിലത്തേക്ക് നോക്കിയാലും ഇനി അഥവാ മറ്റൊരു സംസ്ഥാനത്തിൽ ഒരു MLA എന്ന രീതിയിലത്തേക്ക് നോക്കുകയാണെങ്കിലും അത് പെട്ടെന്ന് സാധിച്ചെടുക്കാനായിട്ട് പറ്റുന്നത് UDF-ന്റെ ഭാഗമായിട്ട് നിന്നാൽ മാത്രമാണ്. അപ്പോൾ തനിക്ക് ഒരു ഗോഡ് ഫാദർ വേണം എന്ന് അൻവർ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. അവസാനം ആ ഗോഡ് ഫാദറിനെ കിട്ടി. ആ ഗോഡ് ഫാദർ എന്ന് പറയുന്നത് ഇപ്പോൾ മമതാ ബാനർജിയാണ്. അപ്പോൾ ആ മമതാ ബാനർജിയുടെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിച്ചുകൊണ്ട് UDF-ലേക്ക് ഒരു എൻട്രി കിട്ടുകയും അവിടെ മമതാ ബാനർജിയുടെ ഒരു ലേബൽ ഉള്ളതുകൊണ്ട് തന്നെ ആ എൻട്രി കുറച്ചുകൂടി സുഗമമാവുകയും അങ്ങനെ UDF-ന്റെ പിന്തുണയോടുകൂടി അദ്ദേഹത്തിന് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമായി വരാനുള്ള ഒരു കാര്യവും അവിടെ പരിഗണനയിലാണ്. പിന്നെ ഈ രാജ്യസഭാ ടിക്കറ്റ് എന്നൊക്കെ പറയുന്നത് അൻവർ രാജ്യസഭയിലേക്ക് പോയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ വഴങ്ങുക സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആണ്. അദ്ദേഹത്തിൻ്റെ രാജ്യസഭ അദ്ദേഹം ഒരു മോശ സാമാജികനായിരിക്കും എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇടപെടുന്ന വിഷയങ്ങളാണെങ്കിലും ഒക്കെ തന്നെ കേരളത്തിലെ വിഷയങ്ങളാണ് കൂടുതലായിട്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഭാവിയാണ് അദ്ദേഹത്തിന് കൂടുതലുള്ളത്. അപ്പോൾ ആരും പ്രത്യേകിച്ച് വി ഡി സതീശൻ വാതിൽ കൊട്ടി അടച്ചിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് വി ഡി സതീശനെ കൊണ്ട് വാതിൽ അടച്ചിട്ടുമില്ല, അൻവറിന് മുന്നിൽ അത് തുറന്നിട്ടുമില്ല എന്ന രീതിയിലത്തേക്ക് പറയുകയാണ്. അപ്പോൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാത്ത വാതിൽ നേരത്തെ എങ്ങനെയായിരുന്നു അത് കിടന്നിരുന്നത് ആ രീതിയിൽ തന്നെ കിടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മുമ്പ് വളരെ പരുഷമായിട്ടാണ് അൻവറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി, അതായത് ഞാൻ അങ്ങ് പറഞ്ഞതിൽ ഈ CPM-ഉമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നു. PV അൻവർ പറയുന്നുണ്ട്, CPM-നകത്തെ ചില ഉന്നത നേതാക്കന്മാരാണ് P ശശിക്കും പിണറായി വിജയനും എതിരായിക്കൊണ്ട് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത്. പക്ഷെ പിന്നീട് അവർ കാലുമാറി, ഞാൻ വിളിച്ചിട്ട് കോൾ പോലും എടുക്കുന്നില്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അത് ചില ഉന്നത നേതാക്കന്മാർ തന്നെയാണ് എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുമുണ്ട്. ഇതിലെന്തായിരിക്കും ഒരു യാഥാർത്ഥ്യം? അതായത് ഈ പിണറായിസത്തിനെതിരായിക്കൊണ്ട് CPM-നുള്ളിൽ തന്നെ ഒരു പട ഉയരുന്നുണ്ട്, അത് മുമ്പേ തന്നെ ചർച്ചയിൽ വന്നതാണ്. അത്തരത്തിലൊരു കാര്യത്തെ സാധൂകരിക്കുന്നതാണോ PV അൻവറിൻ്റെ ഈ വാക്കുകൾ? അതുകൂടി അങ്ങ് വിശദമാക്കണം. നമ്മുടെ സമയപരിമിതിയുണ്ട്, ചുരുങ്ങിയ വാക്കുകളിൽ. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പാർത്ഥൻ പറഞ്ഞതുപോലെ ഇത് പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു വിഷയമല്ല. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് CPM-ലുള്ള ഏക അധികാര കേന്ദ്രം എന്നത് ചോദ്യം ചെയ്യപ്പെടുന്നുവെന്നും ഒരുപക്ഷെ പിണറായി വിജയനെ അട്ടിമറിക്കാനായിട്ട് മറ്റൊരു ഫോർമേഷൻ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും അങ്ങനെയാണ് എങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കടക്കം
മറ്റു ചില നേതാക്കന്മാരെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുവെന്നും അതിന് ചില വ്യവസായികളുടെ ബിസിനസ്സുകാരുടെ ഒക്കെ തന്നെ പിന്തുണയുണ്ട് എന്ന രീതിയിലത്തേക്കുമുള്ള ഒരു ചർച്ച അധികം പഴക്കമില്ല കേരളത്തിൽ നടന്നിട്ട്. പിന്നീട് ആ രീതിയിലത്തേക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ കേട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണമെങ്കിൽ ഇത് പറയാം. കാരണം ഒരു സാമാജികനോട് മറ്റാരും പറയാത്തൊരാരോപണം ഈ പാർട്ടിക്ക് തന്നെ ആൾക്കാരുണ്ടായിട്ട് പോലും മറ്റൊരാളിനെ കൊണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളിനെ കൊണ്ട് പറയിപ്പിക്കുന്നു എന്ന രീതിയിലത്തേക്ക് കാര്യങ്ങൾ വരുന്നുവെന്ന് അൻവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അത് ആ രീതിയിലത്തേക്കുള്ള എന്തെങ്കിലും ഒരു മൂവ് ആണോ എന്നുള്ള കാര്യം വേണമെങ്കിൽ സംശയിക്കാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അൻവറിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹം പല സമയത്ത് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പിണറായി വിജയനോടുള്ള ഒരു അതൃപ്തി CPM ഉള്ളിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം പലപ്പോഴും അവരുടെ പല സമ്മേളനങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ ഏരിയ കമ്മിറ്റി മീറ്റിംഗ്, ജില്ലാ സമ്മേളനം, ഇങ്ങനെ പല മീറ്റിങ്ങുകൾ നടക്കുന്ന സമയത്ത് പോലും അതിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഭരണത്തിനെ വിമർശിക്കുന്നു, ഭരണ നേതാക്കന്മാരുടെ പ്രവൃത്തികളെ വിമർശിക്കുന്നു. ഇതൊക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു പക്ഷേ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതുമാകാം, അതല്ല എങ്കിൽ മറ്റൊരു ക്യാമ്പിൻ്റെ ഫോർമേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതുമാകാം. ഈ രണ്ട് രീതിയിലും അതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന് അൻവറിൻ്റെ ഈ പ്രസ്താവനയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ നിലവിൽ അൻവർ ഈ ചെയ്തിരിക്കുന്ന കാര്യം, ഒരു പക്ഷേ അദ്ദേഹം മറ്റുള്ള ആൾക്കാരുടെ ഒരു പാവയായിട്ടൊക്കെ തന്നെ പ്രവർത്തിച്ചതായിരിക്കാം. പക്ഷേ നിലവിൽ അൻവർ നോക്കുന്നത് ഇതിനൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടം ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ലൈഫ് ലൈന് വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്സാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറേയൊക്കെ അദ്ദേഹം വിജയിച്ചു എന്ന് പറയാം സംസ്ഥാന തലത്തിൽ. കാരണം UDF നേരത്തെ പറഞ്ഞതുപോലെ അൻവറിനെ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അൻവറിനോട് വിരോധമില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് VD സതീശനെ കൊണ്ട് പോലും പറയിപ്പിച്ചു. അതിന് അൻവറിന് വേണ്ടിയിരുന്നത് കേവലം ഒരു മാപ്പപേക്ഷ മാത്രമായിരുന്നു. അപ്പോൾ ആ മാപ്പ് അവിടെ VD സതീശൻ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ വിശാലഹൃദയനായ ആശാൻ ഇത് ക്ഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്തുകൊണ്ട് അൻവറിന് ആ വാതിൽ തുറന്നു കൊടുത്തുകൂടാ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചർച്ചയുണ്ടാകും. പക്ഷേ ഇതിലൊക്കെയുള്ള ഒരു പ്രശ്നം, ഒരു നേതാവ് വരുന്ന സമയത്ത് ആ നേതാവിൻ്റെ ബാഗേജ് കൂടി, രാഷ്ട്രീയ ബാഗേജ് കൂടിയാണ് വരുന്നത് എന്നുള്ളത് ഇവരെ മറക്കാൻ പാടില്ല. കാരണം ഇതുവരെ അൻവറിനെതിരെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, അൻവറിൻ്റെ ഇടപെടലുകൾ, ഒരു സാമാജികൻ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, സഭ കൂടുന്ന സമയത്ത് വിദേശത്ത് പോയി സ്വന്തം ബിസിനസ് നോക്കിയിരുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, സോഷ്യൽ മീഡിയ ബിഹേവിയർ, ഇതെല്ലാം തന്നെ ഓഡിറ്റിന് വിധേയമാകുന്നതാണ്. ഇപ്പോൾ ഇത് അൻവറിനെ അവിടെ UDF അക്സെപ്റ്റ് ചെയ്താൽ അതിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് ലൈബിലിറ്റി കോൺഗ്രസിനും UDF കിട്ടും. അതിൽ നിന്ന് LDF വിമുക്തമാവുകയും ചെയ്യും എന്നുള്ള രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. എന്തായാലും അടുത്ത 2026 തെരഞ്ഞെടുപ്പ് വരെയുള്ള, അല്ലെങ്കിൽ ലോക്കൽ ബോഡി ഇലക്ഷൻസ് ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ വളരെ രസകരമായിട്ടുള്ള കുറേയധികം പൊളിറ്റിക്കൽ ഫോർമേഷൻസിന് UDF കാണാം എന്നുള്ളതാണ് സത്യം. തീർച്ചയായും. എന്തായാലും കേരളം പോലൊരു സംസ്ഥാനത്ത് അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.